ഈ പൂവിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാ, നല്ല രസമുള്ള കളറാണ്. ഇതിങ്ങനെ കിഴങ്ങ് അടിയിൽ കിടന്നിട്ട് ഇതിങ്ങനെ എല്ലാ വർഷവും ഉണ്ടായി വരുന്ന പൂക്കളാണ്. ഇവിടെ ഒരുവിധം മിക്ക പൂക്കളും അങ്ങനത്തെ പൂക്കളാണ്. അപ്പോൾ സ്നോ വരുമ്പോൾ ഇതൊക്കെ പോകും, പക്ഷേ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിഴങ്ങ് കിടക്കും. എന്നിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ താനെ ഇങ്ങനെ മുളച്ച് വരും. ഇത് ഇവിടുത്തെ അണ്ണാനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ അണ്ണാനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇവിടുത്തെ അണ്ണാൻ. അതെ, ഞാനിവിടെ 2 കോഴി പൊരുത്തിയിട്ടുണ്ട്. കോഴീനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവറ്റങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തീറ്റ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഇതാ അവിടെ ഇരിക്കണം, ഒരാൾ ഇവിടെ ഉണ്ട്. 2 പേര് പൊരുന്തിയിട്ട് കൂട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മാസം ആവാറായി. ഇന്ന് ഞാൻ പിടിച്ച് പുറത്ത് കെട്ടിയിട്ടു. എന്നെ തീരെ ഇഷ്ടമായിട്ടില്ല പിടിച്ച് കെട്ടിയിട്ടാണ് ഞാൻ. വൈകുന്നേരം ആകുമ്പോൾ പിടിച്ച് കൂട്ടി കെട്ടും, അല്ലെങ്കിൽ ഏത് നേരം ഇതിൻ്റെ കൂട്ടിൽ തന്നെ ഇരിക്കും. ഞങ്ങളുടെ പയറൊക്കെ വലുതായിട്ടോ. അത് മുകളിലേക്ക് പടർന്നു തുടങ്ങി. പയറുമ്മയ്ക്ക് പൂവിട്ട് തുടങ്ങി. പാവലത്തുമ്മയും പൂവിട്ടിട്ടുണ്ട്. ചീരയൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളച്ചീര. അവിടെ നിൽക്കുന്നത് ഒരു മൊയിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാട്ടുമൊയിലുകൾ ഇങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ അടുത്ത് ഇങ്ങനെ കാട് പോലെ ഇല്ല, ഇതെല്ലാവരും വീടുകളുടെ സ്ഥലങ്ങളുണ്ട് അവിടെ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മാൻ്റെ ഒരു വീഡിയോ ടൈമിപ്പോൾ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇവിടെ അടുത്ത് കാടുണ്ടോന്ന്. അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ വീടിൻ്റെ ബാക്കിലേക്ക് കുറേ വീടുകളൊക്കെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്കിലേക്ക് വലിയ വലിയ വീടുകളാണ്. ഒരു 3-4 മിനിറ്റിൻ്റെയൊക്കെ വീടുകളുണ്ട് എൻ്റെ ബാക്കിൽ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വലുതാവും. വെയിലില്ലെങ്കിൽ അതിങ്ങനെ നിൽക്കും. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വലുതായി പടർന്ന് കയറി. പാവലും വലുതായിട്ടുണ്ട്. പൊട്ടുവെള്ളരി ഞാൻ 2 ആഴ്ച മുമ്പ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ചെറുതല്ലായിരുന്നേ. അപ്പോൾ ഇത് നന്നായിട്ട് വലുതായി. ഇപ്പോഴത്തെ മണ്ണിൽ എല്ലാ സാധനവും നന്നായിട്ടുണ്ടാവും. നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ കോഴിക്കാട്ട് ഇട്ട് കൊടുക്കും, വേറെ ഒന്നും ഇട്ടില്ല. പക്ഷെ നന്നായിട്ടുണ്ടാവും എല്ലാ സാധനവും. പാവലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടമാനുണ്ടാവും. ഇതൊക്കെ സീനിയേട്ടോ. ഏതുമ്പോൾ ഒരു പൂ ഉണ്ടാവാറായിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ സിനിമ പൂണ്ടായി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഫുള്ള് വിരിയും. നല്ല ചുമന്നതാണ്.
വെയിൽ വന്ന എല്ലാ പൂവായിരുന്നാലും എല്ലാം നന്നായിട്ടുണ്ടാവും. നമ്മൾ വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം, കാരണം ഇപ്പോൾ നല്ല ചൂടാണ്. അത് ഇവിടുത്തെ മണ്ണ് നല്ല വളമുള്ള മണ്ണാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ മരുന്നാക്കിയിട്ട് ഇങ്ങനെ മണ്ണാക്കി നാശമായല്ലോ. ഇത് നമ്മുടെ നാട്ടിലെ ഹൈഡ്രാഞ്ചി ഉണ്ട്. പക്ഷെ നമ്മൾ പൂവുണ്ടായി വരണുള്ളൂ. സമയം നിറച്ചും പൂവുണ്ടാവും. ഇത് വെണ്ട കേട്ടോ, വെണ്ട ഉണ്ടായി വരുന്നുണ്ട്.